ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതി. ഉത്തരം ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഇതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം: ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവസാന ഭാഗങ്ങളിലേക്ക് നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ്? നേതാജി എന്നറിയപ്പെടുന്നത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ: നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഇനി നമ്മൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഭോപ്പാലിലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. ഉത്തരം 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ: ഭരണഘടന എന്ന ആശയം ഏതു രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ഉത്തരം ബ്രിട്ടനാണ്. ഭരണഘടന എന്ന ആശയം ഉരുത്തിരിഞ്ഞത് ബ്രിട്ടനിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ മറക്കണ്ട, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. അതൊക്കെയാണ് ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഇതൊക്കെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് അതിൻ്റെ ആമുഖം. എന്താണ്? ആമുഖമാണ്. അടുത്ത ചോദ്യം ഇതാണ്: പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഇതാണ് പ്രസിഡന്റ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ ആരാണ്? ഉത്തരം പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ ആരാണ്? പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്: രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമം. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമം എന്താണ്? ഉത്തരം ഇംപീച്ച്മെൻ്റ് ആണ്. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെൻ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ: ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത ആരാണ്? ഉത്തരം അമ്മു സ്വാമിനാഥനാണ്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ: ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. ഉത്തരം ഇതാണ് സുപ്രീം കോടതി.
ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്, നാനി പൽക്കിവാല. നാനി പൽക്കിവാല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.